നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് യഥാർത്ഥമായിട്ട് എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്? അതുപോലെ തന്നെ അവര് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ്. കൂടുതൽ പേരും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട്. അവരിപ്പോൾ കൂടുതൽ സെൽഫ് ഫോക്കസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ്. മേ ബി അവരുടെ ലൈഫിൽ ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവർ നേരിടുന്നുണ്ടാവാം. പക്ഷെ അതിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത സമയത്ത് നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനോ നിങ്ങളിൽ കോൺടാക്റ്റിൽ വരാൻ നിങ്ങളെ കോൾ ചെയ്യാനോ ഒന്നും ആ വ്യക്തിക്ക് കഴിഞ്ഞിരുന്നില്ല. മേ ബി നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തിരുന്ന സാഹചര്യത്തിൽ പോലും അവർ അവർക്ക് നിങ്ങളെ അവഗണിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായത് തന്നെ അവരുടെ ലൈഫിൽ അവരുടെ ലൈഫിലെ പ്രോബ്ലംസിന് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളത് ഒരു റിയാലിറ്റി ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ വളരെ കുറവായിട്ട് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് സ്റ്റക്നെസ് അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ അവരോടൊപ്പം ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ശരിക്കും അവർക്ക് നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്നിവിടെ മനസ്സിലാവുന്നുണ്ട്. തന്നെ ഈ ഒരു അവസരത്തിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് കാണുന്നുണ്ടാവാം. എസ്പെഷ്യലി വൈറ്റ് ഫെതേഴ്സ്, വൈറ്റ് ഫ്ലവേഴ്സ്, വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം. അത് യൂണിവേഴ്സൽ എന്നുള്ളൊരു സൈനാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ലോയലായിട്ട് ഇരിക്കണം, നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നൽകണം. ഇത്രയും നാളും അവർ നിങ്ങളോടൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകിയിരുന്നില്ല എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തരണമെന്ന് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു റീബർത്ത് ഉണ്ടാവണം. മേ ബി ഈ ഒരു സെപ്പറേഷനിൽ ഒരു മാറ്റം സംഭവിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ബട്ടർഫ്ലൈ സയൻസ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയും അത്തരം സിഗ്നൽസ് കാണുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നുള്ളതാണ് ആ ഒരു സൈനിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലും അവരുടെ മനസ്സിൽ ആ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്കിടയിലുള്ള പ്രണയം എല്ലാം അവസാനിച്ചു പോയി, കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയി പോയി എന്ന് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണ് പോലും തോന്നുന്നൊരു സമയമായിരിക്കാം. പക്ഷെ എല്ലാം ഒന്നുകൂടി പുനരാവർത്തിക്കണം എന്ന് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് പോലും അവർ നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ മൊമെന്റ്സിനെ കുറിച്ചും അവർ ഓർക്കുന്നുണ്ടാവാം. അവർ ഒരു ദിവസം പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത സമയങ്ങളില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ്. മേ ബി അവർ അത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നിട്ട് കൂടിയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും അവർ എൻഡ് ആകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അതിലൊരു റീബർത്ത് ഉണ്ടാവണം, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് തന്നെയാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആഗ്രഹിക്കുന്നതും. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളെ വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് അവർ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടാവുന്നൊരു ലൈഫാണ്. നിങ്ങൾക്കൊരു ഒരു ലൈഫ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ മാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആ വ്യക്തി ചിന്തിക്കുന്നതും അവരുടെ മനസ്സിലുള്ള ഫീലിങ്സും. ഓക്കെ, അതിനുള്ള ഒരു കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സ് ഈ ഒരു സമയത്ത് എന്ന് മനസ്സിലാവുന്നുണ്ട്. യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഇതാണ് എന്ന് മനസ്സിലാവുന്നു. ഓക്കെ, യു മേക്ക് മീ ഹോപ്പ്ഫുൾ.
അവരുടെ ലൈഫിൽ അവർക്കൊരു പ്രതീക്ഷ നൽകിയത്, പ്രതീക്ഷയുടെ വെളിച്ചമേകിയത് നിങ്ങളാണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ ഹാവ് ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് യു. യെസ്, ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ അവരുടെ പ്രതീക്ഷകളാണ്. അവരുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവന്നത് നിങ്ങളാണ്. നിങ്ങൾ കാരണമാണ് അവരുടെ ലൈഫിൽ ഇത്രയധികം ചേഞ്ചസ് ഉണ്ടായത് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ കാൺട്ട് റെസിസ്റ്റ് എനിമോർ. ഇനിയും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ ഒരു സെപ്പറേഷനിൽ അവർക്ക് ഇതിലൂടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നവർ പറയുന്നു. ഓക്കെ, ഗിവ് മീ ടൈം. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ മേ ബി അവരുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ടൈം നിങ്ങൾ കൊടുക്കുക. ആൻഡ് ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ആ ഒരു ചിന്തകളെ അവർക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് ഫൈനലി ഐ ആം റെഡി ടു കമ്മിറ്റ്. യെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് ആ വ്യക്തി നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. അപ്പോൾ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം. ജൂലൈ മന്ത്, ഓക്കെ, നമ്പർ 12, ഓക്കെ, letter R, letter M, വിത്തിൻ 3 days. ഓക്കെ, 3 ഡേയ്സിനുള്ളിൽ അതൊരു പോസിബിലിറ്റി ആയിട്ട് കണക്കാക്കുക. ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. ആർട്ടിസ്റ്റ്, മേ ബി നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ആർട്ടിസ്റ്റ് ആയിരിക്കാം. മ്യൂസിക്, ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഗാർഡനിങ്, മേ ബി നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കോ ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുണ്ടാവാം. ആൻഡ് ബ്ലൂ കളർ, ഓക്കെ, ഓവർ തിങ്കിങ്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം. ഓവർ തിങ്കിങ് ആണ് കാണുന്നത്. നമ്പർ 19, ചൈൽഡിഷ്, മേ ബി നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കാം. മെഡിക്കൽ ഫീൽഡ്, ഓക്കെ, നിങ്ങളോ അവരോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം. ഇൻട്രോവേർട്ട്, ഒരുപാട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കാര്യം, അതായത് ഉൾവലിയുന്ന സ്വഭാവം, മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത സ്വഭാവം, ഒതുങ്ങിക്കൂടുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം. ദിസ് വീക്ക്, ഓക്കെ, ഈ ഒരു വീക്കിൽ തന്നെ ഒരു ചേഞ്ച് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പലർക്കും ജനറൽ റീഡിംഗ് ആണ്, എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നമ്പർ 27, ടീച്ചർ, ഓക്കെ, ടീച്ചർ ആയിരിക്കാം, ഒരു പ്രൊഫഷണൽ ഇഷ്ടമുള്ളവരായിരിക്കാം. നമ്പർ 25, ഗോൾഡൻ കളർ, ടൈഡ് അപ്പ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ് എന്ന് തന്നെയാണ് കാണുന്നത്.